സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് കേന്ദ്ര ബജറ്റിൽ 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജും വയനാട് പുനരധിവാസത്തിനായി 2,000 കോടി രൂപയും പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി രാജസ്ഥാനിലെ ജയ്സാൽമേറിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിലാണ് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാലിന്റെ അഭ്യർത്ഥന. ജൂലൈയിൽ നടന്ന പ്രീ ബജറ്റ് യോഗത്തിലും 24,000 കോടി രൂപയുടെ പാക്കേജ് കേരളം ഉന്നയിച്ചിരുന്നെങ്കിലും അനുകൂല നിലപാടുണ്ടായിരുന്നില്ല. അടുത്ത 2 വർഷത്തേക്കാണ് പാക്കേജ് ആവശ്യപ്പെട്ടത്. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീടുകളും സ്കൂളുകളും ആരോഗ്യ കേന്ദ്രങ്ങളും അടക്കമുള്ള ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനാണ് 2,000 കോടിയുടെ പാക്കേജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത സാമ്പത്തിക വർഷം കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഉപാധികളില്ലാതെ 3.5% ഉയർത്തണം. എയിംസ് സിൽവർ ലൈൻ പദ്ധതി, റാപ്പിഡ് ട്രാൻസിറ്റ് പദ്ധതി, അങ്കമാലി ശബരിമല, നിലമ്പൂർ നഞ്ചൻകോട്, തലശ്ശേരി മൈസൂരു റെയിൽപാതകൾ എന്നിവയ്ക്ക് പരിഗണന നൽകണമെന്നും ആവശ്യപ്പെട്ടു. 55ാമത് GST കൗൺസിൽ യോഗവും ഇന്ന് ജയ്സാൽമേറിൽ നടക്കും. ആരോഗ്യ ഇൻഷുറൻസിന്മേലുള്ള GSTയിൽ ഇളവ് നൽകുന്നത് പഠിക്കാനായി നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് കൗൺസിൽ പരിഗണിച്ചേക്കും. കേരളത്തിന്റെ മറ്റ് ആവശ്യങ്ങളായി പറയുന്നത് GST സമ്പ്രദായം പൂർണ്ണമാകുന്നതുവരെ നഷ്ടപരിഹാര വ്യവസ്ഥ തുടരണം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ തുടർ വികസനത്തിനായി 5,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്. ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കായി അനുവദിച്ച 0.5% അധിക വായ്പാനുമതി അടുത്ത വർഷവും തുടരണം. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ സംസ്ഥാന വിഹിതം ഉറപ്പാക്കുന്നതിനായി എടുക്കുന്ന കടം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കണം. സർക്കാർ സ്ഥാപനങ്ങളും കമ്പനികളും സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പിലെടുക്കുന്ന വായ്പകളെയും ഈ പരിധിയിൽ നിന്നും ഒഴിവാക്കണം. ദേശീയപാത വികസനത്തിനായി സംസ്ഥാനം ചെലവഴിച്ച തുക സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കുക. ഇതുപ്രകാരം 6,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണം. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ സാമ്പത്തിക സഹായത്തിന് കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് വ്യവസ്ഥകൾ പുനഃപരിശോധിക്കുക. വാഹനം പൊളിക്കൽ പോളിസിയുടെ ഭാഗമായി 15 വർഷത്തിന് ശേഷം ഒഴിവാക്കുന്ന സർക്കാർ വാഹനങ്ങൾക്ക് പകരം വാഹനങ്ങൾ ഉറപ്പാക്കാൻ 800 കോടി രൂപ. പ്രവാസി വെൽഫെയർ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ 300 കോടി രൂപ. മുതിർന്ന പൗരരുടെ സംരക്ഷണത്തിനായി തയ്യാറാക്കിയ പദ്ധതിക്ക് 3,940 കോടി രൂപ. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് 4,500 കോടി രൂപ. കേരളത്തിന്റെ തീരശോഷണത്തിന് പരിഹാരം കാണാൻ 11,650 കോടി രൂപയുടെ പദ്ധതി. മത്സ്യത്തൊഴിലാളികൾക്ക് വീട് ഉറപ്പാക്കുന്ന പുനർഗേഹം പദ്ധതിക്ക് 186 കോടി രൂപ. മത്സ്യബന്ധന തുറമുഖങ്ങളുടെ നവീകരണത്തിന് 500 കോടി. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ വികസനത്തിന് 1,293 കോടി രൂപ. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കാൻ 1,000 കോടി രൂപ. റബ്ബറിന് താങ്ങുവില ഉറപ്പാക്കാൻ 1,000 കോടി രൂപയുടെ വില സ്ഥിരത ഫണ്ട്. തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവയുടെ തോട്ടം നവീകരണത്തിനും വില സ്ഥിരതയ്ക്കും പ്രത്യേക പാക്കേജ്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട സപ്ലൈകോ ബാധ്യത തീർക്കാനും സംഭരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും 2,000 കോടി രൂപ. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയിലെ കേന്ദ്ര വിഹിതം 60% നിന്നും 75% ഉയർത്തണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട PM ഉഷ പദ്ധതിയിൽ കേരളം സമർപ്പിച്ച 2,117 കോടി രൂപയുടെ പദ്ധതിക്കും അംഗീകാരം.